മസാലയുടെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ആസ്വദിക്കാൻ എത്തിയിരിക്കുന്നത് കലഞ്ഞൂർ നിവാസികളാണ്. ഒപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം കോമഡി മസാലയുടെ രണ്ട് താരങ്ങൾ നെൽസൺ സൂരനാട് ആൻഡ് നോബി. നോബി ചേട്ടനും നെൽസൺ ചേട്ടനും ഒരിക്കൽ കൂടി കോമഡി മസാലയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പൊ എന്താണെങ്കിലും നോബി ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അപ്പൊ നിങ്ങളുടെ ഏതോ സ്ഥാനങ്ങളിൽ പോയിരുന്ന് ഇന്നത്തെ എപ്പിസോഡ് എൻജോയ് ചെയ്യാം. കോമഡി മസാലയുടെ ഈ ഒരു തകർപ്പൻ വേദിയിൽ അടുത്തതായി നമുക്ക് ഇനി ഒരു അടിപൊളി സ്കിറ്റ് കാണാനുള്ള സമയമാണ്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം റോയൽ ചലഞ്ചേഴ്സ്. ഒരു കഷ്ടം. ഞാൻ രാവിലെ തന്നെ പീടിക തുറക്കാൻ വരുമ്പോൾ ആൾക്കാർ ചോദിക്കാം ലുലുമാൾ തുറക്കാൻ പോവാണെന്ന്. എന്താണ് ചെറിയ പീടിക, അതുകൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞ് പോയിക്കോട്ടെ വിചാരിച്ചോളെ. പിന്നെ എന്താ പറയുക, ഞാൻ പീടിക നടത്തുന്നതെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് കച്ചവടത്തിലൊന്നല്ല. നല്ല ആലോചനയ്ക്ക് ആൾക്കാർ ഇങ്ങോട്ട് വരും. ഒന്ന് ഞാൻ കാരണം മുടങ്ങിയാൽ അതൊരു സുഖമാണ്. കച്ചവടം ഇല്ലെങ്കിലും കല്യാണം മുടക്കാൻ കാര്യം. നമസ്കാരം. എന്തേ? അതെ, ഈ രാഘവന്റെ വീട്. ഈ രാഘവനാ? രാഘവൻ എന്നാണ് പേര്. ഇവിടെ രാഘവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാഘവന്മാരുണ്ട്. CK രാഘവൻ, PP രാഘവൻ. തട്ടാനാ? തട്ടാനൊന്നുമല്ല, ഒന്ന് കാണാനാ. അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ഈ തട്ടാൻ രാഘവനാണോ ഒരു KK രാഘവനൊക്കെ ഉണ്ട്? ഓ, KK രാഘവൻ. കൊളങ്ങര രാഘവൻ. കൊരങ്ങ രാഘവനാ? കൊളങ്ങര രാഘവൻ കൊരങ്ങനല്ല. കൊളങ്ങര രാഘവന്റെ എന്ത് കാര്യം? അതായത് കൊളങ്ങര രാഘവന്റെ മോളുണ്ടല്ലോ, മോള് രജനി. രജനി. എന്റെ രതീഷ് മോൻ ആ ഒരു വിവാഹാലോചന ആയിട്ട് വന്നതാ. അങ്ങനെ പറയാ. അത് ശരി. എന്നിട്ട് കാണാൻ പോവല്ലേ? അതെ, ഞാൻ കാണാൻ പോവാണ്. നല്ല കുഴപ്പമില്ല കുടുംബട്ടോ? കുഴപ്പം അങ്ങനെ പറയാ. അതെ, നല്ല കുടുംബം. രണ്ട് മക്കളാ? രണ്ട് മക്കളാ. രജനിയും പിന്നെ ഒരു ഷിംജിത്ത് എന്ന് പറഞ്ഞ ചെക്കുണ്ട്. അതെ, ഒരു സഹോദരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഒരു സഹോദരനുണ്ട്. അവന് പിന്നെ നല്ല സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണ്. രാവിലെ ഫുള്ള് ഹാഫ് പൈൻറ്റ് ഇതൊക്കെ വിൽക്കണ പണിയാണ്. ഇപ്പം അടുത്ത് ചെറുങ്ങനെ ഒന്ന് പോലീസ് പിടിച്ചിന്. വേറെ കുഴപ്പമൊന്നുമില്ല. ഫുള്ള് ഹാഫ് എന്ന് പറഞ്ഞാൽ മദ്യം വിൽക്കുക. അവൻ അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുണ്ട് വിൽക്കൂ. ഈശ്വര, അപ്പൊ മദ്യം വിൽക്കലാണ് പണി ആങ്ങളേക്ക്? മദ്യം വിൽക്കാന്ന് പറഞ്ഞാൽ കഞ്ചാവ് തീർന്നു കഴിഞ്ഞാൽ മദ്യം വിൽക്കുക ചെയ്യാ. കഞ്ചാവ് വിൽപ്പനയുണ്ട്, മദ്യം വിൽപ്പനയുണ്ട്. ചെറിയ തോതില് അങ്ങനത്തെ ഒന്നല്ല. പിന്നെ അങ്ങനെ അത്യാവശ്യം നന്നായി സ്പോർട്സ് മാൻ്റെ സീറ്റൊക്കെ ഉള്ള നല്ല ഓട്ടക്കാരനാണെന്ന്. ഓടും, നല്ല സ്പോർട്സ് മാൻ. നന്നായിട്ട് ഓടും. ഭയങ്കര ഓട്ടാ. ഓടിക്കഴിഞ്ഞാൽ 5 സെക്കൻഡ് കഴിഞ്ഞാൽ ബാക്കിൽ പോലീസുകാർ ഓടും. എൻ്റെ കയ്യാലെ പിടിക്കാൻ കഞ്ചാവായിട്ട് ഓടുമല്ലേ. ഈശ്വര, അപ്പൊ കഞ്ചാവും മദ്യ വിൽപ്പനയും. പിന്നെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. പെൺകുട്ടി ഡീസന്റാ. പെൺകുട്ടി ഇമ്പക്ക് അത് നോക്കിയാൽ മതിയല്ലോ. സമാധാനായി. കാരണം എന്താ അറിയോ, ഇപ്പൊ പെൺകുട്ടിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. നല്ല കുട്ടിയാ. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചാണ്. നല്ലതാണ്. കുടുംബം അതിന്റെ ഇടയ്ക്ക് ഒരു 1.5 മാസം ഇവിടെ ഇല്ലേനോളൂ. 1.5 മാസം ഓള് എന്തോ ടൂറ് പോയതേ. ഓ, ഇപ്പൊ കോളേജിൽ നിന്നൊക്കെ കമ്പനി ആയിട്ട് ടൂർ പോകുമല്ലോ. പഠിക്കാനല്ല, കമ്പനി ആയിട്ടല്ല. 2 ആളുള്ളൂ. ഓളും പിന്നെ വേറെ ചങ്ങായി. 2 ആളാ? ഓളും പിന്നെ വേറെ ചങ്ങായിന്റെ കൂടെ സമതായിട്ട്. സമ്മതത്തോടെ പോയതാണ്? അല്ല, സമ്മതത്തോടെ അല്ല, സമ്മത് എന്ന് പറഞ്ഞ ചങ്ങായിന്റെ കൂടെ പോയതാ. ഓ ശരി. രജനിയുടെ ആങ്ങളെയാണല്ലോ ഈ സമത്. രജനീന്റെ ആങ്ങളെ എങ്ങനെയാന്ന് സമതാവുക? അല്ലേ? രജനീന്റെ ആങ്ങളെ ഷിംജിത്ത് അല്ലേ? ഓ, ഷിംജിത്ത്. ഓളെ ചങ്ങായിട്ട് പോയി 1.5 മാസം കഴിഞ്ഞു. പക്ഷെ ഓള് സ്വസ്ഥമായിട്ട് ഇവിടെ തിരിച്ചെത്തി. നമുക്ക് അതാണല്ലോ നോക്കണ്ടേ. കുട്ടി വന്നല്ലോ. കുട്ടി വന്നു. പക്ഷേ പിന്നെ വേറെ വെച്ചാൽ കുറച്ച് കാലത്തേക്ക് ഇളകരുതെന്ന് പറഞ്ഞു. ഇളകരുതെന്ന് പറഞ്ഞു? അപ്പൊ കുട്ടിയോട് ഇളകരുതെന്ന് പറഞ്ഞു? അവളോടൊന്ന് ഇളകരുത്. എന്തോ ഒരു വികസനോ വയറിന് എന്തോ ഒരു വികസനം വയറ്. ഓ, ടൂറൊക്കെ പോയതല്ലേ, ഭക്ഷണത്തിൽ എന്തെങ്കിലും തകരാറോ എന്തോ പറ്റിയുണ്ടാവും. അതുണ്ടാവും. ഇനി 10 മാസം കഴിഞ്ഞാലാണ് ആ വികസനം തീരുള്ളൂ എന്ന് പറഞ്ഞു. 10 മാസം കഴിഞ്ഞാൽ ആ വികസനം കഴിയുള്ളൂ. അപ്പം പിന്നെ നോർമലാവും. പഴയ മാതിരി തന്നെ ആവും. പഴയ മാതിരി തന്നെ ആവും എന്ന് പറഞ്ഞാല് അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു ഗർഭമുണ്ട് തന്നെ. ഈശ്വര, അപ്പം കുടുംബം മൊത്തം മോശമാണ്, അബദ്ധാണ്. അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് അലുവയും കായർത്തൊക്കെ അവിടെ നിന്ന് മേടിച്ച് നേരെ പോയി വീട് കണ്ടുവരി. ഞാനേ അലുവയും കായും ഒക്കെ ആയിട്ട് വേഗം വരാം. എന്നിട്ട് പോയിട്ടേ പള്ള കാണാൻ പോവാം. പോയിക്കോട്ടെ അവിടെ നിന്ന്. പിന്നെ വളരെ സന്തോഷമുണ്ട് പറഞ്ഞു തന്നില്ല. ആയിക്കോട്ടെ. എന്നാ ശരി. വേഗം പോയിക്കോളിട്ടാ.
ഓ, ഇനി ഭാഗത്തില്ല. കച്ചവടം നടന്നില്ലെങ്കിൽ എന്താ, രാവിലെ തന്നെ ഉമ്മാതിരി താർപ്പായകൾ വന്ന എന്താ സുഖം. ഇന്ന് ഞാൻ തന്നെ കുത്തിച്ചാവും. അമ്മ മോനെ കല്യാണം മുടക്കണം, ഇങ്ങനെയൊക്കെയാ മുടക്കണ്ടേ. രാവിലെ തന്നെ പീടിയ തുറന്നില്ല, ആളല്ല പറഞ്ഞ എലിയ പഞ്ഞര്. ഫുട്ബോൾ കളിക്കാ? എലിന്ന് ചീലി അയച്ചോ? അല്ല ബ്രസീല്. ഏ? ഈ ആരാ? മനസ്സിലായില്ല. ഏടാ എന്നേ വന്ന് ഞാനെന്നാ വന്ന് എന്നെ കണ്ടിട്ട് മനസ്സിലായി കേട്ടോ. അയ്യോ, എനിക്കങ്ങളെ മനസ്സിലാവാണ്ടല്ലോ. ഇപ്പൊ എവിടെയാ? ഞാൻ ദുബായിലല്ലേ. അല്ലേ? ദുബായിൽ എന്താ പണി? എനിക്ക് അവിടെ അറബീനെ കറക്കല. അറബി എന്താ ഒട്ടോ കറക്കായി? ആ കറക്കലല്ല, നീ വണ്ടിയിലൊക്കെ അറബീനെ ചുറ്റി ഇങ്ങനെ കൊണ്ടെടുക്ക. ഡ്രൈവർ വഴി. എന്താ ഡ്രൈവർ പണി എന്താ മോശ? അല്ല മോശമായിട്ടല്ലേ, എവിടെയും കുത്തിയാ ചത്തോയില്ലേ? നാക്ക് എന്തായാലും മാറ്റം ഒരു മാറ്റം ഇല്ലാത്ത തന്നെ കേട്ടോ. അല്ല എന്നിട്ട് എന്തൊക്കെയാണ്, സുഖം തന്നെ അല്ലേ? എനിക്ക് പരമ സുഖം ആണല്ലേ? കാരണം ഇവിടെ 5-8 കല്യാണം മുടങ്ങിയതിന് ശേഷം നാട് വിട്ടതാണല്ലോ ഞാൻ ദുബായിലേക്ക്. ഈ അത് മനസ്സിൽ വെച്ചെടുക്ക. എനിക്ക് വേറെന്താ മനസ്സിൽ വെക്കാനുള്ളത്? എന്തായാലും ഞങ്ങളെ മറക്കൂല. ഞാൻ 3 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. തന്നെ എന്തായാലും നിങ്ങളെ കണ്ടിട്ട് പോളൊന്ന് ഉറപ്പിച്ചതാ. എന്തേ? നിങ്ങൾക്കൊരു സമ്മാനമായിട്ടല്ലേ അവന്ന്. ഇരിക്കോ? പിന്നെ എന്താണ് അടിപൊളി കൂളിംഗ് ഗ്ലാസ് നോക്കിയാട്ടെ. വയസ്സ് കാലത്ത് എന്തിനാണ്ടാക്കി കൂളിംഗ് ഗ്ലാസ്? ചക്കന്മാര് കണ്ട അടിച്ചോണ്ട് പോവും. ഇതിനവിടെ 2000 ദിർഹം വില ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര ദീർഘം? ഇവിടെ ദിർഹ പൈസ അല്ലേ? എത്ര പൈസ ഉണ്ടോ? ഇവിടെ 36,000 റുപ്യെങ്കിലും ഉണ്ടോ? ഇതിനോ? പിന്നെ ചില്ലറക്കാരനെറ്റാണത്. 36,000 റുപ്യ? ആന്ന്. ഏടാ മക്കളൊന്ന് കാണണ്ട, അടിച്ചോണ്ട് പോകും. ആലോചിച്ചിട്ട് കൊണ്ടോന്നല്ലടാ. ഞാൻ നിങ്ങളെ മറക്കൂല. സന്തോഷായി. അയ്യോ, ഞാൻ മറക്കൂല. എനിക്ക് നന്ദി ഉണ്ടടാ. പിന്നെ ഞാൻ എന്തായാലും കാണിക്കുന്നത്. പിന്നെന്താടാ, ഞാൻ പീടിയപ്പോ തുറന്നിട്ട് എനിക്ക് കുറച്ചുകൂടി വെള്ളം കൊണ്ടുവരാണ്ട്. ഉണ്ടോ? എന്നാ പണിയെടുക്കട്ടെ. കേട്ടോ, ഞാൻ അപ്പൊ വരാം. ആയിക്കോട്ടെ. കേട്ടോ, എന്നെ മറക്കൂലടാ. പണി കൊടുക്കാണ്ട് എന്നാ മതി. കല്യാണമൊക്കെ മുടക്കണേ പറയണേ. നീ എന്താ ഗൾഫിൽ നിന്ന്? ഞാൻ 3 ദിവസമായിട്ടുള്ളൂ. എന്റെ കൂട്ടുകാരോടാണ് നീ ഒരു മൈൻഡില്ലല്ലോടാ. അയ്യോ, ഞാൻ പിന്നെ എന്താ കാര്യമായിട്ടുള്ളത് പുള്ളിക്ക് അങ്ങോട്ട് കൊടുത്ത്. എന്നാലും നീ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലല്ലോ. എന്നിട്ട് ഭയങ്കര മോശം. ഇവിടെ നിന്റെ എത്ര കല്യാണം മുടക്കിയ ആളാടാ പുള്ളി. 5-8 കല്യാണം ഞാൻ എന്റെ അറിവിൽ തന്നെ മുടക്കിയിട്ടുണ്ട് പുള്ളി. ആണല്ലേ? ആ. എന്നിട്ട് നീ വന്നിട്ട് 2000 ദീർഘത്തിന്റെ കൂളിംഗ് ഗ്ലാസ് പുള്ളിക്ക് കൊടുത്തു. ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. 2000 ദിർഹത്തിന്റെ കൂളിംഗ് ഗ്ലാസ് പുള്ളിക്ക് കൊടുത്തില്ലേ? കൊടുത്തില്ലേ? ആ ഗ്ലാസിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? എന്ത് പ്രത്യേകത? ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്ലാസ് അല്ല. ഇതങ്ങോട്ട് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദേഷ്യം പിടിക്കും. ചുമ്മാര് തന്നെ ഞാൻ അനുഭവിച്ചല്ലത്. ഇതങ്ങോട്ട് ഊരി എടുത്തു കഴിഞ്ഞാൽ നോർമലാവും. ആണോ? പണി കാണാം. എനിക്ക് വേണ്ട ഗ്ലാസ്. നിങ്ങൾ കണ്ടു നോക്ക്. ആള് ഇതുകൊണ്ട് അനുഭവിക്കുന്നത്. എന്റെ 5-8 കല്യാണം പഠിക്കല്ലേ? അതെ അതെ അതെ. നമുക്ക് പശുമ്പാലല്ലേ? അതെ അതെ. നല്ലൊരു പണി തന്നെ കൊടുത്തു. പിന്നല്ലാണ്ട് എന്തായാലും വേണ്ടില്ല. ഓ, ഇത് ഇവിടുത്തെ പീടിയ ഇവിടെ എവിടെയും വെള്ളം കിട്ടാനില്ല. എന്നിട്ട് ഞങ്ങൾക്ക് നായരേ നമസ്കാരം, ഞാൻ വന്നിട്ടുണ്ടേ. ഇറക്കാൻ വന്നായിരിക്കും. ആ, അല്ല പിരിവ് ഇതാണല്ലോ തകരാറ്. ഏ ഞാൻ ആരാ? നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങളാരാന്ന്? അതല്ല, ഞാൻ ഈ നാട്ടിലെ ആരാ? അമ്പലത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റീന്റെ പ്രസിഡന്റ് അല്ലേ? എല്ലാ വർഷവും ഉത്സവമാവുന്ന സമയത്ത് സംഭാവനയും ചോദിച്ച് ഞാൻ ഇങ്ങനെ വരും. ഈ വരുന്ന സമയത്ത് അത് ഇറക്കാൻ വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? ഇന്നാണെങ്കിൽ വല്ലാത്തൊരു തിരക്കുള്ള ദിവസാ. എന്തേ സ്വർണ്ണ പ്രശ്നം. ഇന്നാണ് അമ്പലത്തിൽ സ്വർണ്ണ പ്രശ്നം? അമ്പലത്തിലല്ലാന്ന്, ഭാര്യന്റെ അനിയത്തിന്റെ സ്വർണം പണയം വെച്ചിട്ട് എടുത്തു കൊടുത്തില്ല. ഭയങ്കര പ്രശ്നം. ഇനിയിപ്പോ ഉത്സവം കഴിഞ്ഞിട്ട് വേണം അതൊന്നായിട്ട് അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ. ഉത്സവം കഴിഞ്ഞിട്ടോ? നിങ്ങൾ വർത്താനം ഈ തിരക്കൊക്കെ ഒന്ന് കഴിയണ്ട നായരെ. അല്ല, പറമ്പിൽ തേങ്ങ വലിക്കാൻ ആളെ കിട്ടിയില്ല അല്ലേ? ഇല്ലാന്ന് എനിക്ക് തോന്നി. എന്ത് ഞാൻ ഇന്നലെ നിങ്ങളെ പറമ്പിന്റെ മുമ്പ് കൂടെ സ്കൂട്ടറിൽ ഇങ്ങനെ പോവാ. വെറുതെ നിങ്ങളെ തെങ്ങിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കിയാ എത്രയാ തേങ്ങ. തെങ്ങിന്റെ മുകളിൽ പിന്നെ ആപ്പിൾ ഉണ്ടാവില്ല. നിങ്ങള് രാവിലെ തന്നെ കൊളുത്ത് വർത്താനം പറയില്ല നായരെ. പേടിക്കേണ്ട കാര്യമില്ല. നാളെ രാവിലെ കമ്മിറ്റിന്ന് ആള് വരും തേങ്ങയുടെ. എന്റെ പറമ്പിലെ തേങ്ങ ഇടാൻ തന്നെ കമ്മിറ്റിക്കാർ വരുന്നത്. ഇന്നലെ അമ്പലത്തില് ഉത്സവാഘോഷത്തിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നല്ലോ. അപ്പൊ 7 ദിവസത്തെ ഉത്സവം, ഗാനമേള, മിമിക്രി, കഥാപ്രസംഗം, ജാക്യാർകൂത്ത് എല്ലാ പരിപാടി ഉണ്ട്. മാത്രല്ല 7 ദിവസം സമൂഹ സദ്യ, അന്നദാനം. അപ്പൊ അന്നദാനത്തിന് കുറെ സാധനങ്ങൾ വേണമല്ലോ. അരി, പയറ്, പാല്, പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകൾ ഇങ്ങനെ ഓരോ സാധനം വരിക. തേങ്ങേന്റെ കാര്യം വന്നപ്പോ ഞാൻ പറഞ്ഞു അതിനി ആരോടും ചോദിക്കണ്ട, നായര പറമ്പിൽ ഇഷ്ടം പോലെ തേങ്ങയുണ്ട്. അപ്പൊ നാളെ രാവിലെ പറമ്പിൽ തേങ്ങ ഇടാൻ ആള് വരും. ഇനി ഒരു മുടക്കം പറയണ്ട, കുറച്ച് തേങ്ങ അമ്പലത്തിന് വേണ്ടി തരണം. അല്ല, നിങ്ങൾ പറഞ്ഞില്ല അതിനകത്രം തേങ്ങ ഒന്നുമില്ല. എല്ലാ തെങ്ങിനെ കംപ്ലീറ്റ് മണ്ടിരിയ.
അത് നിങ്ങൾ 6 തേങ്ങ എടുത്തോളി. ഉണ്ടായിട്ട് തരികയല്ല. 6 തേങ്ങ എന്നോട് ഇറക്കാൻ വന്നാട്ടാ ഞാൻ. എന്റെ ഭാര്യന്റെ സ്വർണ്ണം നല്ലോണം ചോദിച്ച തേങ്ങ അല്ലേ? ഒരു നാട്ടിലെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ അന്നദാനത്തിന് കുറച്ച് തേങ്ങ വെക്കണമായിട്ട് ഒരുപാട് ചെറ്റ വർത്താനം പറയാ. ഞാൻ ഈ നാട്ടിൽ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് എത്ര വർഷമായി? ഇന്ന് വരെ നിങ്ങൾ എന്നോട് മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ആർക്കെങ്കിലും അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല. ഞാൻ അവനോട് അവന്റെ ഭാര്യന്റെ കെട്ടുതാലി ഊരിത്തരാനാണോ പറഞ്ഞത്? ആണോ? അതല്ലല്ലോ ഞാൻ അവനോട് പറഞ്ഞില്ലേ അല്ലേ? അവന്റെ പറമ്പിൽ ആർക്കും വേണ്ടാണ്ട് വീട് നടക്കുന്ന കുറച്ച് നാളികാരം ചോദിക്കുമ്പോ ചെറ്റ വർത്താനം. അന്നദാനം മഹാദാനം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നദാനം മഹാദാനം അല്ല, ആളുകൾ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അതവിടെ കേട്ടെ. അന്നദാനം മഹാദാനം എന്തൊക്കെയാ വിളിച്ചെറിഞ്ഞപ്പോ? ഞാനോ? എന്തിത്താണ്ട് ആ കളുതേ എന്തൊക്കെയാ വിളിച്ചെറിഞ്ഞ എടാ പോടാന്നൊക്കെ വിളിക്കാൻ പിരിവിന് വരുമ്പോ? ഞാനോ? പിന്നെ ആര്? ഞാൻ ഈ നാട്ടിൽ ആരോടെങ്കിലും മുഖം കറുപ്പിച്ച് വർത്താനം പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഇന്ന് എത്ര കൊല്ലായി കാണാൻ തുടങ്ങി? പിന്നെ ഞാൻ എന്റെ മുഖത്ത് പെയിന്റ് അടിച്ചിട്ട് നിങ്ങളോടാ പറയല്? നായരങ്ങൾക്ക് എന്താ പറ്റി? നിങ്ങളൊരു കാര്യം ആലോചിച്ചു. നിങ്ങൾ ഈ തേങ്ങ കൊണ്ട് അരച്ച കറിയൊക്കെ അന്നദാനത്തിന് കഴിച്ച് ആളുകൾ വീട്ടിലേക്ക് പോകുമ്പോ എന്താ പറയാ? തേങ്ങ വാസുണ്ണേരെ പറമ്പെന്നാ. ആർക്കാ അതിന്റെ പുണ്യം? അല്ല, പുണ്യം അവിടെ കേട്ടോ. എനിക്ക് കൂടി മസ്തിഷ്കം തിരിഞ്ഞേ എന്തൊക്കെയോ. ഒന്നും പേടിക്കേണ്ട നായരം, ഒക്കെ ശരിയാവും. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കളിയാ. പിന്നെ ആ തെങ്ങിൻ തോപ്പിന്റെ ഇടയിൽ കുറെ വാഴ കൊലച്ച് നിൽക്കണ്ടല്ലോ. ഓ, അതും കണ്ട കേപ്പ് കൂടെ. ഒരു 5 കൊല കമ്മിറ്റിക്ക് തരണം. ഇന്നും കൂടി അങ്ങോട്ട് കൊന്നാള്. എന്തിനാ? 6 കൊലയാക്കാം. എന്ത് വർത്താനാണ് നായരങ്ങളി പറയണത്? ഈ കൊല കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സാമ്പാറിലൊക്കെ ഉപയോഗിക്കാലോ. ഈ സാമ്പാറിൽ കൊല എങ്ങനെ മുക്കല? അതല്ലാന്ന്. ഈ കൊല കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിയലിലേക്ക് എടുക്കാം, അങ്ങനെ പല പല കറികളിലേക്ക് എടുക്കാലോ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ അതിനല്ല വന്നത്. പിന്നെ ഞാൻ എല്ലാ കൊല്ലവും വരുന്ന സമയത്ത് നായർ പൈസ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരലുണ്ട്. ഇപ്രാവശ്യം ഇപ്പോ ഈ അറിയാലോ, നോട്ട് നിരോധനമൊക്കെ കഴിഞ്ഞ് കമ്മിറ്റി ഒന്ന് നടു നിവർത്തി വരിക. എത്ര എഴുതണ്ട് പറയും? അതിനകത്ത് ഞാൻ ഈ ചന്ത പറ നായർ, ഇപ്രാവശ്യം എത്ര എഴുതണ്ട്? ഇത് ചന്തയിൽ പോകാൻ വേണ്ടി പൊതിഞ്ഞ വെച്ച പൈസ. എന്നാലും പറ നായർ. അതിനകത്തല്ലേ കാര്യം ചെയ്തെങ്കിൽ 20 ഉറുപ്പ്യ. 20 ഉറുപ്പ്യ എന്നോട് ഇറക്കാൻ വന്നല്ലോ. ഒരു അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ 20 ഉറുപ്പ്യ എവിടേക്കാണ് ഇതൊക്കെ കൊണ്ടുപോകാൻ പോണ്? ചത്ത ഞാൻ കൊണ്ടുപോകാൻ ഇത് കൊണ്ടുപോകും പൊഞ്ഞട്ടിയിൽ ഏറപ്പ ജാതി എന്താണ് മനസ്സിലാക്കി? ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സിലാണ്. ഇങ്ങോട്ട് പറയാം എങ്ങനെ പോണേ? കൂമൻ നോക്കണമാതിരി നോക്കാണോ? ഓനൊരു പീടിയുണ്ട്, കുറെ പറമ്പുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്നു അന്നോടല്ല, അന്റെ വല്യച്ഛൻ്റെ അടുത്ത് വാങ്ങാൻ എനിക്കറിയാം. ഇത് എത്രയപ്പത് പൈസ? ഇതെന്താ കഥ നായര്? 1500 ഉറുപ്പ്യ. അത് ഇതിനോട് വാരിയതല്ലോ. ഞാനോ? പിന്നെ ആരെന്റെ മുത്തപ്പനോ? അല്ല, സാധാരണഗതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 50 ഉറുപ്പ്യ 100 ഉറുപ്പ്യൊക്കെ അല്ലേ തരിക? ഇത് 1500 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സംഭവം എനിക്ക് മനസ്സിലായി. ദേവി തോന്നിപ്പിച്ച ഈ കയ്യിൽ നിന്ന് വാരി എന്നിട്ട് ദേവിക്ക് കുറ്റു. കുറ്റല്ലല്ലോ, ഇത് ദേവി തോന്നിപ്പിക്കണല്ലേ, നല്ല കാര്യല്ലേ. ഇങ്ങനെ ഒരു 10 ആള് തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉത്സവം നടത്താം. പിന്നെ ഞാൻ അങ്ങോട്ട് പോവാണ്. അവിടെ ഒരുപാട് തിരക്കൊക്കെ ആണല്ലോ. നമ്മളെ ഭാര്യനെ നേരത്തെ കാലത്ത് അങ്ങോട്ട് പറഞ്ഞേക്കാം. നമ്മളെ ഭാര്യ അതങ്ങനെ ഇയാളെ ഭാര്യ തന്നെ അവിടേക്ക് പറഞ്ഞേക്കണോ? എന്ത്? അരക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അരക്കേല് മനസ്സിലായി, പിടിക്കല് മനസ്സിലായില്ല. എന്റെ നായരെ, ഞാനൊരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞാണ് നായരെ. ഈ ഗാനമേളക്കാർക്ക് ചോറ് കൊടുക്കാനൊക്കെ മാതൃസമിതിന്റെ ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പൊ കാര്യങ്ങളൊക്കെ മറക്കണ്ട, ഞാൻ പോവാണ്. വാഴയിലേയും കൂടെ വെട്ടും സദ്യക്ക് വേണ്ടി. വാഴന്നെ പൊരിച്ചുണ്ടായിരിക്കും. ഞാൻ അതിനൊരു മുടക്കം പറയണ്ട, ദേവീകോപം ഉണ്ടാവണ്ട. മംഗളം പഠിക്കട്ടെ. ഇനി എന്ത് മംഗളം? ഉള്ളത് കംപ്ലീറ്റ് അങ്ങനെ നശിപ്പിച്ച് പോയി മംഗളം. നിന്റെ വീടിന്റെ മൂലോടുണ്ടാവും, അത് 2 ഓടം കൊണ്ട് എടുത്ത് കൊണ്ടുപോയി അതിന്റെ കൂടെ പണ്ടാൻ അടക്കി പോട്ടെ. കുരുപ്പൻ എന്തൊരു കഥയാണ്. രാവിലെ തന്നെ എന്തൊരു ചൂടാണോ! അല്ല, ഈ കർക്കിടക മാസമായാലും ഇമ്മാതിരി ചൂട് എന്ന് പറഞ്ഞാലേ. ഇന്നലെ നല്ല വെള്ളം ഇല്ലേ? ആർക്ക് ചൂട് എന്ന് പറയുന്നത്? എന്ത് വെള്ളം? പിന്നെ മഴക്കാലത്ത് ചൂടോ? അല്ല, അതല്ല, ഞാൻ ഈ പ്രകൃതി സംരക്ഷണ വകുപ്പിന്റെ ഭാഗമായിട്ടാണല്ലോ ചൂട് കണ്ടുപിടിച്ചത്. അല്ല, ചൂടിന്റെ ക്ലാസ് എടുക്കാൻ വന്നു. ഞാനൊരു ഗാന്ധിയനാണ് ബോസേ. അതിന് ഞാൻ ഇവിടെ ഉപ്പ് സത്യാഗ്രഹം ചെയ്യണോ ബോസേ? വേണ്ട ബോസേ, ഞാൻ എന്റെ മോനെ വിളിക്കുന്നവരെ വിളിച്ചു പോയാ. എന്താ തണുത്ത വെള്ളം ഉണ്ടോ? തണുത്ത വെള്ളം ഉണ്ടോ കുടിക്കാൻ? തണുത്ത വെള്ളം ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ പെപ്സി, മെറിന്റെ, കൊക്കക്കോല, പിന്നെ ചിക്കു, ഫ്രൂട്ടി എന്നീ സാധനങ്ങളൊന്നും ഞാൻ വിൽക്കൂല. ഇവിടെ ഇല്ലാത്ത സാധനം പിന്നെ എനിക്ക് പറയണോ? പിന്നെ നിങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറയണ്ടേ? നാരങ്ങ വെള്ളം നോട്ടല്ലേ? നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം ഞാൻ തരാം. എന്തൊരു ചൂടാണോ! ചൂടിപ്പം ഇറങ്ങാൻ കഴിയില്ല. കത്തിയാണ്. പിന്നോട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിയ്യാനൊന്നും പറ്റൂല. അത് എന്താ ഷോക്ക് അടിക്കണ്ടോ? ഹലോ, എന്താ ഷോക്ക് അടിക്കണ്ട്? അല്ല, ഉണക്ക നാരങ്ങ പിഴിഞ്ഞിട്ട് നീരിട്ടില്ലടോ. അന്നെ എന്നാ കാലോട്ട് ചവിട്ടി പിഴിഞ്ഞാളാ.
ഞാനെന്താ ഗുരുക്കളോ ചവിട്ടിപ്പിഴിയായി? അല്ല ഇതിപ്പോ ഇത് കിട്ടണ്ടേ? ഇതിപ്പോ ഒന്ന് കിട്ടുമോ? എന്താണ് ആ, നീര്? മതി. ആ. എന്നാ നീ ഇവിടെ കുറ്റം നല്ല അങ്ങോട്ട് കലക്കിക്കോ. അതാ വേഗം ഒഴിച്ചൂട്. അതാണ് ദാഹിച്ചിട്ടേ അവിടെ. അതെന്താ പറയാ, ഇത് ഈ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം സ്പൂണില്ല, അതുകൊണ്ടാട്ടോ. കുടിച്ചോടി. വിരലിട്ടളക്കാൻ ഞാൻ നന്നായി. അല്ല അങ്ങനെ വെള്ളം നല്ലതല്ലേ അല്ലേ? ചോയ ഉണ്ടൊന്നുമില്ലല്ലോ. ലേശം പുളി അധിക. പുളി അതിൻ്റെ അല്ല, ആ ബക്കറ്റിൻ്റെ തരാറാ. അതാ. ഞാൻ അത് കക്കൂസ് കൊണ്ടുപോകണം ബക്കറ്റിൽ. എന്റെ എന്ത് വൃത്തിയാടാ കാണിക്കുന്നത്? കക്കൂസ് കൊണ്ടാണോ ബക്കറ്റിലെ വെള്ളം കൊണ്ട് കൊടുക്കണ? അത് ഞാൻ അതുകൊണ്ടല്ല, ഇത് അവിടെ വേസ്റ്റ് വാട്ടർ ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് വെക്കണേ. അത് ഒഴിക്കാൻ വേണ്ടി ബക്കറ്റ് അടുക്കല്. അപ്പൊ അത് പിന്നെ സ്ഥിരമായിട്ട് പിന്നെ ദിനാ. അതാ നല്ലേ. അതല്ല ആളെ മനസ്സിലായില്ല, എന്തേ കാര്യോ? ആ, ഞാൻ കണ്ടിയിൽ വാസുണ്ണയുടെ വീട് അന്വേഷിച്ച് വന്നതാ. എന്റെ പേര് മാധവൻ നായര്. മാധവൻ നായര്. കൂടെ ഉണക്കല് ചുട്ടമായിരുണ്ടല്ലോ. ഒരു നായരെ ലുക്കില്ല, അതുകൊണ്ട് ചോദിച്ചാ. അല്ല എന്താ കാര്യം? ഞാനേ കണ്ടിയിൽ വാസുണ്ണയുടെ വീട് അന്വേഷിച്ച് വന്ന. ഇരിക്കേ. കണ്ടിയിൽ വാസുണ്ട്. അതേതാണ് ചെറ്റ? അതെ, ഞാനിവിടെ കടയിൽ ചോദിച്ചപ്പോ എന്നോട് അതാ ചോദിച്ചത്, അതേതാ ചെറ്റാന്ന്. അത് ഞാനാണ്. ഓയ്യോ, തിരക്കിന് മാറിപ്പോയി. എന്താ പൊട്ട? എന്റെ മൂന്നാമത്തെ മോനുണ്ടല്ലോ കുഞ്ഞുട്ടൻ, അവൻ പെണ്ണ് കാണാൻ വന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അത് അവിടെ നിന്നോട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച പെണ്ണ് കാണാൻ വന്നിട്ട് എവിടെ? പാറൂനെ, എന്റെ മകള് പാർവതിനെ. നിങ്ങളെ മകളെ പാറൂനെ പെണ്ണ് കാണാൻ വന്നിരുന്നു. നിങ്ങളെ മകൻ? അതെ, കുഞ്ഞുട്ടൻ. അങ്ങനെ വരട്ടെ. അവര് തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് മോതിരൊക്കെ മാറിയതാണല്ലോ. പക്ഷെ അതല്ലല്ലോ അതിന്റെ മര്യാദ. അത് സത്യം. നമ്മുടെ മുതിർന്നവര് തമ്മിൽ കണ്ട നായരെ വേണം വേണം കണ്ട് സംസാരിക്കണ്ടേ? നായരെ. നായർ എന്തിനാണ് നായർ കൂടുതൽ? അല്ല, ഞാനൊരു ഒരു നായർ മതി. ആ, കണ്ട് സംസാരിക്കണ്ടേ ഒരു നായരെ? നിങ്ങളെന്ത് ചെറ്റ വർത്താനം. ഒരാളെ നായരെ വിളിച്ചാ മതി, മനസ്സിലായി? അതല്ല മോനെ എവിടെയാ പണിന്ന് പറഞ്ഞത്? മോൻ ചൈനയിലല്ലേ? തന്നെയോ? ആ, ചൈനയിലാ ജോലി? ആ, ചൈനയിലാ. ചൈനയിൽ എവിടെ? ചൈനയുടെ നടുക്ക്. 3 വർഷമായി ചൈനയുടെ നടുക്ക. ഓഹോ. ആ, അതെന്താണ് ചെറ്റ ചൈനയുടെ സൈഡ് എന്നാല്? അതെന്താ ചൈനയുടെ സൈഡിൽ നിന്നാൽ ചെറ്റ്? എന്റെ മോൻ ചൈനയിലോ ജപ്പാനിലോ ആണെങ്കിൽ പറ്റി വിചാരിക്കുന്നത് ഉരുപ്പ. ഞാൻ ദേഷ്യം വിളിച്ച എന്നെ കുത്തിക്കൊള്ളും, മനസ്സിലായടാ? ശവം കുളിപ്പിച്ച മാതിരി രാഹുൽ തന്നെ ഇന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഉളുപ്പില്ലാത്ത പറയ പോടാ. അപ്പൊ നല്ല ജോലി ആയിരിക്കൂലേ? നല്ല ജോലി ആയിരിക്കൂലേ മോന്? എന്തേ ഇങ്ങോട്ട് വരി, ഇരിക്കി. നല്ല ജോലി ആയിരിക്കൂലേ മോന്? ബ്രേക്ക് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ആര്? നിങ്ങള്. എന്ത് പറ്റി? ഇപ്പൊ ഇറങ്ങി പോടാ ചെറ്റ് കുരിപ്പേന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാനോ? ആ, നിങ്ങക്ക് തോന്നിയതായിരിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ. അയ്യയ്യോ, നിങ്ങക്ക് അത്തും മുത്തിയല്ലേ? ആർക്കാ അവിടെ കത്തിക്കുത്ത്? കത്തിക്കുത്തല്ല, നിങ്ങൾക്ക് വയസ്സായി വരല്ലേ. ആ, ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ, ഉണ്ടാവും. ചിലപ്പോ തോന്നിയതായിരിക്കും. ഇതേ ഒരു കാര്യം ചെയ്യാം, ആ, നമുക്ക് ഇവിടുന്ന് സംസാരിക്കണം. വേണ്ട, വീട്ടിൽ പോയിട്ട് ആ, ഉള്ള ചായയോ കാപ്പിയോ കുടിക്കൊണ്ട് പോകാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമാണോ നായരെ? അല്ല 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 അല്ല, അങ്ങോട്ട് വരിക. അപ്പോഴേ ആ, വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാവൂല. വേണ്ട. അതെ, ഓ, നമ്മള് കുടുംബക്കാരാവാൻ പോവാ. അതെ അതെ അതെ, നന്നായിട്ടുണ്ടായിക്കോട്ടെ. ഓ വരിക അങ്ങോട്ട്. എങ്ങോട്ട് നടക്കാനാ? എങ്ങോട്ടാ നടക്കണേ? നായ എന്റെ വീട്ടിൽ വെക്കണ്ട, അങ്ങോട്ട് നടക്കാൻ നോക്കിയാണ്. ഉളുപ്പ് വേണടാ, മനുഷ്യനാണെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എന്താണ് ചവിട്ടിയ കൂട്ടുകാരുടെ ഇറങ്ങി പോടാ വീടിന് പോകുന്നത്? ഈ എന്നിട്ടാണ് പ്രാന്തായ കളിക്കുന്നത്? ഇറങ്ങി പോടാ, എന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. വരൂ, ഏയ് വരൂ, വീട്ടിൽ പോവാ. ഞാനോ? ആ, എന്താ പറ്റി? നമ്മള് രണ്ടാളല്ലേ പ്രേതം എന്തുണ്ടോ അതിന്റെ ഉള്ളില്? എന്ത്? വരൂ. ഇല്ല, ഇല്ല, നല്ല എന്നെ കൊണ്ടോണ്ട. അയ്യേ, ഇതെന്താ? വേണ്ട. ഞാനാ വിളിക്കുന്നത്. വരൂ, ഇങ്ങോട്ട് വരൂ, വരൂ.
എന്തിനാണ് വെറുതെ ഞാനാ വിളിക്കുന്നത്. ഇനിയേ നിങ്ങളെ പിടിത്തം വിടൂല, അങ്ങോട്ട് വരി വരി, നല്ല ബിരിയാണി തന്നെ ഉണ്ടാക്കാം. വരി ഞാൻ ചത്തു ഒഞ്ഞി ചങ്ങായി. വരൂ ഏ, വരൂ. എന്താണ് പറ്റോ? ഞാൻ വരൂ. പട്ടിയെ ഇതെന്തിനാ മുണ്ട്? ഇതെന്തിനാ മുണ്ട്? ചാപ്പാനെ കുളിപ്പിക്കാൻ തെണ്ടിയെ മോൻ എന്റെ മോളെ വേണ്ട പന്നിയെ. എന്ത് പറ്റി? എന്ത് പറ്റി? പ്രാന്താ പിടിച്ചോ? വരൂ. ആ പോത്ത് വിളിക്കാ. വരൂ വരൂ, ചോറ് തിന്ന ബിരിയാണി നക്ക പന്നിയെ. വരൂ. പോത്ത് പിന്നെ വിളിച്ചേ. വരൂ വരൂ, പോത്തെന്ന ചെറ്റേ. പോവല്ലി വരൂ. പോടാ കോന്തനായരെ. ആടുതാമ വരൂ. അയ്യോ, എന്റെ മോളെ കല്യാണം മുടങ്ങിയല്ലോ. ഒരു ദുഃഖം. എന്റെ മോളെ കല്യാണം മുടങ്ങിയ ഞാൻ ഡിസ്കോ ഡാൻസ് കളിക്കല. നിങ്ങളെ മോളെ കല്യാണം മുടങ്ങിയപ്പോ നിങ്ങൾക്ക് ഭയങ്കര ദുഃഖം ഉണ്ടല്ലേ? ഇന്റെ ഒരു 5-8 കല്യാണം മുടങ്ങിയപ്പോ ഞാൻ എന്തുമാത്രം ദുഃഖിച്ചിട്ടുണ്ടാവും. പിന്നെ ശവത്ത് കുത്താണെന്ന് തോന്നരുത്. നിങ്ങളെ മോളെ കല്യാണം മുടങ്ങി കിടക്കല്ലേ, ഈ മോളെ കെട്ടാൻ ഞാൻ തയ്യാറാ. നിങ്ങളെ മോളെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ആ, അത് ആലോചിച്ച് നിങ്ങളെ വീട്ടിലേക്ക് വന്ന അതും നിങ്ങൾ മുടക്കിക്കളയല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ബൈക്ക് വരാത്തേ. ഞാൻ നിങ്ങളെ പൊന്നു മോളെ നോക്കും. നിങ്ങളെ മോളെ നോക്കൂ. ഞാൻ നോക്കും. മതിയടാ, സന്തോഷായിടാ. അച്ഛന് സന്തോഷായി. ഒരു അച്ഛന്റെ ഏറ്റവും വലിയ സന്തോഷ നിമിഷമാണ് ഇപ്പൊ എന്റെ മോളെ കല്യാണം മുടങ്ങി നിൽക്കേണ്ട. എന്റെ മോളെ ഈ സ്വീകരിക്കാന്ന് പറഞ്ഞല്ലോ, ഞാൻ സ്വീകരിക്കും. അതിനെക്കാട്ടും വലിയൊരു സന്തോഷം എനിക്കിനില്ലടാ. ഇനി ഞാൻ കേൾക്കണം, എല്ലാരും കേൾക്കണം. ഇനി എന്റെ ഭാവി മരുവൻ തന്ന ഈ കണ്ണട ഇട്ടുങ്ങാണ്ട് ഈ നാട്ടിൽ കൂടെ ഒരു നടത്തം നടക്കാണ്ട് കള്ള പന്നി ചൂല ഇറങ്ങി പോടാണ്. ഈ ഗൾഫിൽ ഒരു 10 ഉറുപ്പിക ഉണ്ടാക്കി കഴിച്ചിട്ട് ഇന്റെ മോളെ കല്യാണം കഴിക്കാൻ നല്ല മുഹൂർത്തം നോക്കിയിട്ട് കഴിക്കല്ലേ മോനെ. മോളെ കല്യാണം മുടിക്ക. അച്ഛാ എന്നെ അനുഗ്രഹിക്കും. എന്റെ അമ്മോ, സ്കിറ്റ് തുടങ്ങിയപ്പോ മുതൽ തുടങ്ങിയ എൻ്റെ ഒരു ചിരിയാണ്. അത് അവസാനിച്ച് നിങ്ങളുടെ സ്കിറ്റ് ഒന്ന് തീർന്നു കിട്ടിയപ്പോഴാണ് സത്യം അതേ കവളൊക്കെ വേദന എടുത്തിട്ട് വയ്യ. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു, കിടിലൻ. ഓക്കെ, സോ നമ്മുടെ സ്വന്തം നെൽസൺ ഏട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്കിറ്റ്? അടിപൊളി, സൂപ്പർ എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിന് മേളിലായിരുന്നു. ബേബി ചേട്ടാ എന്തുവായിരുന്നു ഇത്? നമ്മളിതിനൊന്നും അഭിപ്രായം പറയാൻ ഒന്നും ഇല്ല, അതിനൊന്നും പറയാനായിട്ട്. സൂപ്പർ സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ. ചേട്ടാ ആദ്യം തന്നെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു ടീമാണ് ഇവിടെ. അതിപ്പോഴെന്നല്ല, നേരത്തെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സ്കിറ്റ് ഇവരുടെ സ്കിറ്റുകളാണ്. ഏറ്റവും കൂടുതൽ ചിരിക്കാനായിട്ട്. കാര്യം ഈ കോഴിക്കോടൻ ശൈലി ഗംഭീരമാക്കി. ഇപ്പോൾ മലയാള സിനിമ തന്നെ കോഴിക്കോടൻ ശൈലി ഏറ്റെടുത്ത് ഇപ്പോൾ മലയാള സിനിമയിൽ ഷൈൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ ബേബി ചേട്ടൻ്റെ കൂടെയും ദേവരാജൻ്റെ കൂടെയൊക്കെ സ്റ്റേജിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു എല്ലാവരും. ഒന്നും പറയാനില്ല കേട്ടോ, ഉഗ്ര കിട്ടുന്ന സ്കിറ്റായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ എല്ലാവരും ഒന്നടങ്കം പറയാൻ നിങ്ങളുടെ ഒരു സ്കിറ്റ് ഉണ്ടല്ലോ, ഉഗ്രൻ, അത്യുഗ്രം സ്കിറ്റ് എന്ന് തന്നെ നമ്മൾ പറയണം. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ സ്കിറ്റിന് എത്ര സ്റ്റാർസ് കിട്ടും നമുക്ക് നോക്കാം. സോ ഓഡിയൻസ്, എത്ര സ്റ്റാർസ്? 5 സ്റ്റാർ. സോ ഇത് നൽകാനായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നെൽസൺ ചേട്ടനെയും നോബി ചേട്ടനെയും. കോമഡി മസാലയിൽ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് കടക്കാം. ഒരു നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് ഉണ്ണികൃഷ്ണൻ കടക്കൽ. എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എവിടെ നിന്ന് വരുന്നു? ഞാൻ കടയ്ക്കൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഗാന രചയിതാവ് കൂടിയാണ്. 100-150ഓളം ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ട്യൂൺ ചെയ്ത് എഴുതിയിട്ടുണ്ട്, പാരഡികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും പുറം ലോകം കാണാൻ കഴിഞ്ഞിട്ടില്ല. പലരും പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട്. പാട്ടുകൾ ചെയ്യാൻ സഹായിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് പേര്. അത് വെറും ഒരു വാഗ്ദാനമായിട്ട് മാത്രം ചുരുങ്ങിപ്പോയി. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അതിലൊന്നും തളർന്നില്ല. എനിക്ക് ഇതിനെ മുന്നേറണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഇവിടെ വരെ എത്തി. അപ്പോൾ ഉണ്ണിച്ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്? ഒന്ന്, ഞാൻ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു കീർത്തനമുണ്ട് ഗണപതിയുടെ. അപ്പോൾ ആ കീർത്തനം മധുബാലകൃഷ്ണൻ ചേട്ടൻ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. ഗണപതി ഭഗവാന്റെ ഒരു ഇതിൽ തന്നെ വിനായകനാമം പാടുക മനസ്സേ, വിനായകനാമം പാടുക മനസ്സേ, വിനായകനാമം പാടുക മനസ്സേ. സിദ്ധിദായകൻ ബുദ്ധിവിനായകൻ, സിദ്ധിദായകൻ ബുദ്ധിവിനായകൻ, മൂഷികവാഹനൻ ഗണപതിയേ, വിനായകനാമം പാടുക മനസ്സേ. മിമിക്രി മാത്രമല്ല, നന്നായിട്ട് പാട്ടും പാടും കേട്ടോ അദ്ദേഹം. ഓക്കെ, അടുത്തത് ശ്രീ അനിൽ പനച്ചൂരാൻ. അദ്ദേഹത്തിന്റെ ചോര വീണ മണ്ണിൽ നിന്നുതിർന്നു വീണ പൂമരം, ചേതനയിൽ 100 പൂക്കളായി പൊഴിക്കവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് കോട്ടയം പ്രദീപ് ചേട്ടന്റെ വോയിസ് ആണ്. ഓക്കെ, കോട്ടയം പ്രദീപ്. എന്ത് പറ്റി? ഇന്ന് രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. എന്നോട് കൂടി പറയൂ, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. എന്നോട് പറഞ്ഞില്ലെങ്കിലും വേണ്ട. എൻജോയ് എൻജോയ്. അടുത്തത് ബാബുരാജ് ചേട്ടന്റെ വോയിസ് ആണ്. മാഷേ, കണക്കു മാഷ്, മാഷെന്നെ പഠിപ്പിച്ച മാഷല്ലേ മാഷേ. മാഷേ, എനിക്കും കൂടെ ചേർത്തിട്ടൊരു ടിക്കറ്റ് എടുത്തേക്ക് മാഷേ. എടാ ഇവിടക്കമാണ്, എടാ നിന്നോടാണ് പറഞ്ഞത് ഇവിടക്കമാണ്. അടുത്തത് ചെമ്പൻ വിനോദ്. ആശാനെ, ആശാൻ പറഞ്ഞ ഞാനവരെ കൊണ്ടുപോകും. പക്ഷേ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഞാനപ്പോൾ പറഞ്ഞു വിടും. പിന്നെ ആശാൻ എന്നോട് വിരോധമൊന്നും തോന്നരുത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ. ഇനി അടുത്ത സെലിബ്രിറ്റി. അടുത്തതായിട്ട് ഉദയഭാനു സാറിന്റെ വോയിസ്. ഓക്കെ. മനോഹരമായിട്ട് പാട്ട് പാടിയോ ഉദയഭാനു സാറിന്റെ. അടുത്തതായിട്ട് പിന്നെ മാർക്കോസ് ചേട്ടന്റെ വോയിസിലൊരു നാട്ടികളിൽ സുന്ദരി യമുന, 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 നാട്ടികളിൽ സുന്ദരി അനാർക്കലി, അനാർക്കലി. സൂപ്പർ. ഇനിയും പാട്ട് തന്നെയാണോ? അടുത്തത് ക്യാപ്റ്റൻ രാജു. ക്യാപ്റ്റൻ രാജു. വടക്കം വീട്ടിലെത്താൻ തോന്നി എവിടെ പോയി? വടക്കം വീട്ടിലേക്ക് പോലീസും കളക്ടറും MLA ഒക്കെ വന്നിട്ടും വടക്കം വീട്ടിൽ വടക്ക് തെക്ക് തണ്ടു നോക്കുന്ന താൻ തോന്നിക്ക് വരാൻ സമയമായില്ല. നീ ഒറ്റപ്പെടുത്തിയാ അവർ വളം വെച്ച് കൊടുക്കുന്നത്. അവനെനിക്ക് വന്നോട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. അടുത്തത് തിലകൻ സാറിന്റെ വോയിസ് ഒന്ന് ശ്രമിക്കുകയാണ്. തിലകൻ സാറിന്റെ അത് ലേലം സിനിമയിലെ. നേരാതൊരു പേരെ ഇപ്പച്ചൻ വെള്ളക്കൊടുത്തി പോയിട്ടില്ല. പെണ്ണും വരം വിട്ടാണല്ലോ എൻ്റെ അപ്പൻ. എല്ലാ മഷിയക്കാരെ പിടിച്ചിറങ്ങിയ സാഹിബിനെ ഒരൊറ്റ വെട്ടിൽ കൊന്നിട്ട് അന്ന് എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോൾ അന്ന് എനിക്ക് 9 വയസ്സ്. അന്ന് തീർന്ന പിതാവേ പള്ളിയോടും പട്ടക്കാരോടും ഉള്ള എൻ്റെ ആദരവ്. എന്താ ഒരു എക്സ്പ്രഷൻ അതിന്റെ ഒപ്പം. അടുത്തത് അല്ല, ഇനി എനിക്ക് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ ഒരു മലയാളം പരസ്യം
അതിൻ്റെ മലയാളം വെർഷനാണ് ഫോളോയ്ക്കെതിരെയുള്ള. ഓക്കെ. നിങ്ങളുടെ കുട്ടികളെ പോളിയോയിൽ നിന്ന് രക്ഷിക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ കൊടുക്കൂ. അവരുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കൂ. ജാഹോ ഗ്രാഹക് ജാഹോ. കറക്റ്റ് ആയിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ സലീം ഘോഷ്, വേദനായകം എന്ന ക്യാരക്ടർ ചെയ്ത സലീം ഘോഷ്, വേട്ടക്കാരൻ എന്ന തമിഴ് ചിത്രത്തിൽ. தம்பி வேலாகுண்ணா இப்போ பார்க்குறிய ஒரு டீக்கடை, அந்த டீக்கடை நீங்கள் ஆரம்பிச்சிடும். இன்னைக்கு இங்கே பார்க்குற ஒவ்வொரு பில்டிங் என்னுடையதான், எல்லாமே மிரட்டு வாங்கினதா நான் தான் பட்ட வச்சேன். இன்னைக்கு ஒரு ஷாப்பிங் காம்ப்ளெக்ஸ் கட்டுவா, நாளைக்கு என்னை விட பெரியவன்னு சொல்வா. தம்பி நான் என்னை பற்றி கவலைப்பட மாட்டேன், நாளை பற்றி யோசிக்கிறேன். വെരി ഗുഡ്. അപ്പോൾ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു ഈ ഒരു വേദിയിൽ വന്നിട്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അടിക്കരുതെന്ന് പറഞ്ഞ അടിക്കരുത്. അത് കൊള്ളാലോ. പരിപാടി ആകുമ്പോൾ ചിലപ്പോൾ പൊളിയും, ചിലപ്പോൾ വിജയിക്കൂലേ? അതിനെ കുനിച്ച് നിർത്തിച്ച് ചുടുകട്ടയ്ക്ക് നട്ടലിനിടിക്കുകയാണ് വേണ്ടത്. എന്താ പ്രശ്നം? എന്താണ് എന്റെ പൊന്നെ, അത് ഇപ്പോഴത്തെ ഒരു ഫാഷനായി മാറിയൊക്കെ. ഇപ്പൊ മൊത്തം ഫാഷനാണല്ലോ. എന്താ ഫാഷൻ? നമ്മൾ പരിപാടിക്ക് ഒരു സ്ഥലത്ത് ചെല്ലുവാണ്. നോബി കേൾക്കണം. പരിപാടിക്ക് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പല്ലേ നമുക്ക് ശമ്പളം തരണേ. അപ്പൊ നമ്മൾ അവരോട് ചെന്ന് ചോദിക്കും, ചേട്ടാ ശമ്പളത്തിന്റെ കാര്യം എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇവിടെ KS ചിത്ര വന്നിട്ടുണ്ട്, MG ശ്രീമാനുണ്ട്, യേശുദാസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ പരിപാടി കഴിഞ്ഞ പൈസ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളൊരു പതിവാ. പരിപാടി നന്നായിട്ട് കളിക്കും, കൈയടിക്കും, വിജയിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഈ കമ്മിറ്റി, ഈ നാട്ടുകാരൊക്കെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ 4 പേര് വന്നേച്ച് പറയും, എന്ത് പരിപാടിയായിരുന്നു അത്? ഇതിനകത്ത് കോമഡി ഉണ്ടായിരുന്നു, ഇതിനകത്ത് നായികയുടെ കോലോനാ, ഇങ്ങനെയാണ് രാജകുമാരി ഇരിക്കണേ, അതായത് ട്രാക്ക് ഗാനമേള മോശമായിരുന്നു, രാജാവിന്റെ ഡ്രസ്സ് കീറി. ഇതൊക്കെ നേരത്തെ പറയേണ്ടത്. എന്നിട്ട് നമ്മൾ കട്ടക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കട്ടക്ക് ഇടിക്കുകയും ചെയ്യും. പ്രശ്നമായോ? പിന്നെ മൊത്തം പ്രശ്നമായില്ലേ? ആണോ? അമ്മ ഇടിച്ചു, എന്നെ ഇടിച്ചു. അത് ഞാൻ വേറെ കേസ് നോക്കിട്ടെ. ഇപ്പൊ 4 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ തിരിച്ചിടിച്ചുകൂടായിരുന്നു? അവരുടെ കയ്യിൽ വാളില്ലായിരുന്നു. അവരുടെ കയ്യിൽ വാളില്ലായിരുന്നു. സുഹൃത്തെ, നിങ്ങളുടെ കയ്യിൽ വാളുണ്ടായിരുന്നല്ലോ, അത് വെച്ച് വെട്ടിക്കെടുത്തുകൂടായിരുന്നു? അത് ആയുധം ഇല്ലാത്തവന്മാരായിട്ട് പോരിന് ഇറങ്ങാൻ പാടില്ല, അതാണ് യുദ്ധ നിയമം. എന്നാ പിന്നെ അവരുടെ കയ്യിൽ ആയുധം ഇല്ല, നിങ്ങൾക്ക് ഈ വാള് കളഞ്ഞിട്ട് അവരൊരു ഇടി കുടിക്കണമായിരുന്നു. ആദ്യം ഞാനങ്ങ് ക്ഷമിച്ചതാ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, എനിക്കൊരു കൊച്ചു മോൻ ഉണ്ടായിട്ടുണ്ട്. അവൻ കണ്ണ് തുറന്ന് ഇങ്ങനെ ആളെ മനസ്സിലാക്കി വരുന്നുള്ളൂ. കണ്ണ് വിരിഞ്ഞു വരുന്നുള്ളൂ. ഈ വിരിഞ്ഞു വരുമ്പം ഇതാ മോന്റെ അച്ഛനെന്ന് കാണിക്കാൻ ഒരാളെ വേണ്ടേ? അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു എന്നുള്ളൂ. ക്ഷമിച്ചതാ ഞാൻ. അതറിയോ? അല്ല, സത്യത്തിൽ ഇത് എന്താണ്? നിങ്ങൾ ആരാണ് ഇപ്പോ? ഞാനോ? കേരളവർമ്മ പഴശ്ശിരാജ. നിർത്തിയേ. അങ്ങനെ പറഞ്ഞിട്ട് ഞാനല്ലേ ചിരിക്കണേ, നിങ്ങൾ എന്തിനാ ചിരിക്കണേ? അതല്ല, നിങ്ങൾ കേരളവർമ്മ പഴശ്ശിരാജ അല്ല, കേരളവർമ്മ പഴങ്ങഞ്ഞി രാജ. പഴങ്ങഞ്ഞി രാജയോ? ആ വക സംസാരിക്കരുത്. സുഹൃത്തെ, നിങ്ങളൊരു കലാകാരനാണോ? നിങ്ങളുടെ യഥാർത്ഥ പേരെന്താണ്? എന്റെ യഥാർത്ഥ പേര് ജിതേന്ദ്ര വർമ്മ. എന്തോ? ജിതേന്ദ്ര വർമ്മ. ജാതി സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കണം കേട്ടാ. സത്യം പറയണം, അതിന്റെ പേരെന്തോന്നു? ബിനു പിമ്പിരിമുടി. സത്യം പറ. അല്ല, ഞാൻ ആവശ്യത്തിന് തല്ലുകൊണ്ടത്, ഇനി എന്നെ തല്ലരുത്. തല്ലുകൊണ്ടെന്നോ? ഞാൻ അരഞ്ഞാണച്ചാട്ടിയിൽ തൂങ്ങിച്ചാവും. ബിനു ഇങ്ങ് വന്നേ. ഞാൻ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വരുന്ന കണ്ട് എന്നെ കണ്ടോണ്ട് ബിനു എന്തിനാ ഇറങ്ങി ഓടിപ്പോയത്? അതെ, ഇയാളാണോ വീട്ടിലിരുന്നേ? ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരെ തല്ലിട്ട് കൊതി തീരാത്തോണ്ട് വീട്ടിൽ വന്ന് അടിക്കാൻ വന്നായിരുന്നു. കമ്മിറ്റിക്കാരല്ല. അല്ല, ഈ കമ്മിറ്റിക്കാരെന്തിനാ നിങ്ങളെ തല്ലേണ്ട കാര്യം എന്താ? എന്റെ പൊന്നു ചങ്ങാതി, എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ കേരളവർമ്മ പഴശ്ശിരാജായിട്ട് എപ്പോ വന്നാലും വേദിയിൽ വന്നാലും അപ്പൊ തന്നെ കൂക്കുവിളി, ചിരി, ബഹളം, മൊത്തം പ്രശ്നം. എന്നാതെ രാജഗുരു വന്ന പ്രശ്നമല്ല, മന്ത്രി വന്ന പ്രശ്നമല്ല, രാജ്ഞി വന്ന കുഴപ്പമില്ല. ഞാൻ കേരളവർമ്മയായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിരിയാ. എനിക്കറിയാൻ പാടില്ല എന്താ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണമെന്ന്. എനിക്കറിയാൻ പാടില്ല. അല്ലാതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് പറ. ഞാൻ ചോദിച്ചു, അവരോട് ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് ഈ കേരളവർമ്മയായിട്ട് ഞാൻ വരുമ്പോ ഇങ്ങനെ കിടന്ന് ചിരിക്കാനായിരിക്കണേ, ഞാൻ തുണിയില്ലാതാണ് വന്നത് ചോദിച്ചു. അപ്പൊ അവര് പറയുവാ, കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് എന്നാടാ മൊബൈലിൽ കോള് വന്നു തുടങ്ങിയെന്ന്. ചരിത്രം നോക്കണം. പഴശ്ശിയുടെ ചരിത്രത്തിൽ അന്ന് മൊബൈലില്ല. എങ്ങനെ മൊബൈൽ വന്നു? നിങ്ങളുടെ ബാലലത്തിന് മൊബൈൽ വന്നു. ചെറിയൊരു അബദ്ധം പറ്റി. ഞാനിങ്ങനെ കേരളവർമ്മ പഴശ്ശിരാജയായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കോണ്ടാക്ട് വിളിച്ച്, കൺട്രാക്ട് വിളിച്ച്, ഫോൺ എടുക്കരുതായിരുന്നു. എടുക്കാതെ ഈ പുള്ളി എന്നെ വർത്താനേ പറഞ്ഞേ, എന്നും കുന്നും 12 മാസം ബാലയുണ്ടോ?
ഈ പരിപാടി ഇല്ലാത്ത സമയത്ത് ഞാൻ കൺട്രാക്ട് പണിക്കല്ലേ പോണത്. ആ പണിക്ക് പോയിട്ടല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഈ ഫോൺ എടുത്തില്ലെങ്കിൽ നാളെ എനിക്ക് പകരം ഒരു ബംഗാളി ഇങ്ങനെ പാൻപരാഗം പഠിച്ചുകൊണ്ടൊന്ന് പണിയെടുക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു ബാല നിങ്ങളുടെ കണ്ടായിരുന്നല്ലോ, എന്താ ഗോൾഡൻ പാലസ്. അല്ല ഞാൻ ഈ ബാലയ്ക്കൊക്കെ ആരും ഇംഗ്ലീഷ് പേരിടുവോ? അല്ലാതെ പൊന്നാപുരം കോട്ടാന്നായിരുന്നു. ഞാൻ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് ഗോൾഡൻ പാലസ് ആക്കിയതാ. എന്റെ നോക്കി ബാലെ കാണണം. എന്നിട്ടാണ് കമ്മിറ്റിക്കാർ പൈസ തരാത്തത്. ഭയങ്കര ടെക്നിക്കാ. അതായത് രാജഗുരു വരുന്നു, സ്റ്റേജിന്റെ നടുക്ക് വരുന്നു, അപ്രത്യക്ഷമാകുന്നു. മന്ത്രി വരുന്നു, സ്റ്റേജിന്റെ നടുക്ക് വരുന്നു, അപ്രത്യക്ഷമാകുന്നു. രാജ്ഞി വരുന്നു, സ്റ്റേജിന്റെ അടുക്ക് വരുന്നു, അപ്രത്യക്ഷമാകുന്നു. എന്നോ ടെക്നിക്കായിരുന്നു. നമ്മൾ ഞെട്ടിപ്പോ അത് എന്നെ ടെക്നിക്കായിരുന്നു. അത് ടെക്നിക്കല്ലായിരുന്നു. പിന്നെ സ്റ്റേജിന്റെ പലക ഒടിഞ്ഞ് താഴേക്ക് പോകും. എന്നുവെച്ചാൽ രാജകുമാരി വരുന്നു, താഴേക്ക് പോകുന്നു. മന്ത്രി വരുന്നു, താഴേക്ക് പോകുന്നു. ക്ലൈമാക്സ് പറയാൻ വേണ്ടി ഞാൻ വന്നു, ഞാനും താഴെ പോകും. എന്നിട്ട് എന്നാ അവിടെ അങ്ങ് ഇരുന്ന് എന്റെ കാലവിടെ ഉടക്കിപ്പോയി. പരിപാടി പൊളിഞ്ഞ് കമ്മിറ്റിക്കാർ ഇടിക്കാൻ വരുമായിരുന്നു. എനിക്ക് ശരിക്ക് കിട്ടി. അല്ല നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും നിങ്ങളോട് ഒന്ന് പറയണ്ടായിരുന്നു ഓടിക്കോളാൻ? എന്റെ പൊന്നി അങ്ങാതി, ഞാൻ അന്ന് കഷ്ടകാലത്തിന് രാവണനായിട്ട് അഭിനയിച്ച. അതായത് ഈ സെറ്റ് കെട്ടണവൻ ഓടി വന്നിട്ട് രാവണന്റെ തലയിൽ അടി വന്നിട്ട് ഓടിക്കോളാന്ന് പറഞ്ഞു. എന്റെ ചെവിയിലല്ല പറഞ്ഞ 10 തലയ്ക്ക് അപ്പുറം. 10 തല എവിടെ വെക്കുന്നു, ഞാൻ എവിടെ വെക്കുന്നു, ഞാൻ വല്ലതും ഇത് അറിയുന്നുണ്ടോ? അവന്മാരും വന്നിട്ട് ഈ തലയിൽ ഇങ്ങനെ പൊക്കി അങ്ങോട്ട് ഞാൻ തൂങ്ങിക്കിടക്കാം. ഞാനൊരു കാര്യം, എല്ലാ കലാകാരന്മാർക്കും എന്തുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ എന്താണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മരിക്കണം എന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ? എന്റെ ആഗ്രഹം കലാഫീൽഡ്. എനിക്ക് കല എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന. എനിക്ക് ഏതെങ്കിലും കഥാപാത്രം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് തന്നെ അങ്ങ് ചത്തു പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനി ഒരു കാര്യം ചെയ്താൽ മതി, ബാലയെ പൊളിയുമ്പോ ഓടാതിരുന്നാൽ മതി. കമ്മറ്റിക്കാർ സ്പോട്ടിൽ തന്നെ അടിച്ചു കൊന്നോളൂ. അങ്ങനെയുള്ളത് എനിക്ക് അഭിനയിച്ച് തകർക്കണമെന്ന്. അതിന് സ്റ്റേജല്ലേ കിടക്കുന്നത്, തകർത്തോണം. അതെങ്ങനെയാ? ഞാനിങ്ങനെ പഴശ്ശിരാജായിട്ട് വരുമ്പോഴത്തേക്കും കമ്മിറ്റിക്കാർ വന്ന് സ്റ്റേജ് തകർക്കുമല്ലേ, പിന്നെ ഞാനിങ്ങനെ തകർത്ത് അഭിനയിക്കും. അതിനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർക്ക് സംഘടനയൊക്കെ ഇല്ലേ? സംഘടന നിങ്ങൾ പരാതി കൊടുക്കണം. ഞാൻ സംഘടനയെ പരാതി കൊടുത്തു. അപ്പൊ അവരെന്നെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പരിപാടി സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ കമ്മിറ്റിക്കാർ ഒന്ന് വിഷയമാണ്, മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സങ്കീർണമായൊരു വിഷയമാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഫ്രണ്ടിലെ കർട്ടന് പകരം ഷട്ടർ ഇട്. ഞാനൊരു കാര്യം പ്രധാനമായിട്ട് പറയട്ടെ, ബിനുവിനെ പോലുള്ള കലാകാരന്മാരൊന്നും ബാലയിൽ ഒതുങ്ങി കൂടേണ്ടവരല്ല. ബാലയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് നല്ല കലാകാരന്മാരും ചരിത്ര നാടകം പഠിച്ച വലിയ വലിയ കലാകാരന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങാതെ വേറെ വല്ല ഫീൽഡിലോട്ട് പോകും. അതെന്തിനാണ്? ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൂടെ ടി.വിയുടെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ചില 2 മിനിറ്റ് സാധനമൊക്കെ ചില ചെറിയ പിള്ളേരൊക്കെ ഡപ്മാഷ് ചെയ്തിട്ട് അവർ ഭയങ്കര സൂപ്പർ സ്റ്റാറുകളാവുന്നു. ഞങ്ങൾ 2-2.5-3 മണിക്കൂർ ഡപ്മാഷ് സ്റ്റേജിൽ നിന്ന് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളെ അത് കറക്റ്റ് കാര്യമാണ്. 2.5 മിനിറ്റ് ഡെത്ത് മാഷ് ചെയ്തിട്ട് പിള്ളേർ പ്രശസ്തരായി സിനിമ വരെ അഭിനയിക്കുന്നു. ഇവരെന്തുകൊണ്ട് ഇവരെ സിനിമയിൽ അഭിനയിക്കുന്നത്? ഇവരെ കേട്ടുന്നില്ല. ഡബ്മാഷ് ചെയ്യുമോ? ഡപ്മാഷ് ചെയ്യുന്നു. പിന്നെ ഈ കാസറ്റിനകത്തിട്ട് കറക്കി ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഡപ്മാഷനല്ലേ, അല്ലാതെ കുഞ്ഞുണ്ണി മാഷാണോ ചെയ്യണേ? ഞങ്ങൾ അത് 2.5 മണിക്കൂർ. അത് 2.5 മണിക്കൂർ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വില തരണ്ടോ? ചുടുകട്ടയും ഇടിയും മാത്രം. എന്നാൽ പക്ഷേ ഞാൻ പരിപാടി കണ്ടില്ല, പുള്ളിയുടെ ബാല കണ്ടിട്ടില്ല. ഡബ്മാഷ് എന്നാ ചെയ്യോ? ഡപ്മാഷ് ചെയ്യും. അതെങ്കിൽ ഒന്ന് ചെയ്യാം. അതെ, എനിക്കൊരു മെക്കാട് പണിനെ കിട്ടിയ കൊള്ളാം. മെക്കാട് വേണ്ട, അല്ല കൂടെ ഒന്ന് ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ പാകത്തിന്. ഇത് മതിയോ? ഇത് മതി. ജസ്റ്റ് ഒന്ന് ചെല്ലേ, പുള്ളി വന്നല്ലേ. പെർഫോമൻസ് കാണും പുള്ളിയുടെ. കണ്ടു കഴിഞ്ഞാൽ ഒരു തുമ്പാലോർച്ചയുടെ ലുക്കും ഉണ്ട്. വാ സീഡി. എന്തോ നടന്നത് ദേവസേനെ? ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. എന്റെ ശരീരത്തിലും കൈവയ്ക്കാൻ നോക്കി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. സൂപ്പർ, അടിപൊളി. ഈ വാളിനെന്നാ കന്നടവേ? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. ആണോ? അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ഇത് കിടിക്കിയ സ്ഥിതിക്ക് ഈ സിനിമ മൊത്തം തരുവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ഡബ് ചെയ്യാണ് സൂപ്പറായിട്ട്. അത് പറ്റുമോ? 2 മണിക്കൂർ നിന്ന് സ്റ്റേജിൽ ചെയ്യണേ ആൾക്ക് ഞങ്ങൾക്ക് ഇത് വലിയ വിഷയമാണോ? അങ്ങനെ ചെയ്യാം. CD ഒന്ന് ഇടാമോ? ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് ചെയ്യും. എന്തിനാ? ഇന്നലെ തല്ലി കൊതി തീർന്നല്ലേ, ഇനി എന്തിനാ തല്ലണേ? ഇന്നലത്തെ കമ്മിറ്റി അല്ല, നിങ്ങൾ നാളെ ബാല കളിക്കുന്നില്ലേ, അവിടുത്തെ കമ്മിറ്റിക്കാരാണ്. അതിനും ബാല പൊളിഞ്ഞിട്ടടിച്ചാ പോരെ, നാളെ അടിച്ചാ പോരെ, എന്തിനാ അവർ ഇന്ന് വന്നെ? ആ കമ്മിറ്റിയിൽ ഒരു പട്ടാളക്കാരുണ്ട്, പുള്ളി ലീവ് കഴിഞ്ഞ് കാശ്മീരിലോട്ട് പോവാ, നിന്നെ ഇടിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്നേ ഇടിച്ചിട്ട് പോകാൻ വേണ്ടി അയാൾ വരുന്നുണ്ട്. അതെ അല്ല, ഒരു കാര്യം ഞാൻ തിരിച്ചു വന്നിട്ട് ജീവൻ ഉണ്ടെങ്കിൽ ബാഹുബലി 2ഉം 1ഉം ഒന്നിച്ച് ചെയ്തോളാം കേട്ടോ. അപ്പൊ സോ
ഇന്നത്തെ ഈ ഒരു ചിരി മസാല ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.